എല്ലാ ചങ്കളോടൊപ്പം പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം മച്ചാമാര്. അപ്പോൾ നമ്മൾ കൊല്ലം വാടി തങ്കശ്ശേരി ഹാർബറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ രാത്രി ഒഴുക്കൽ വല വിടാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കിടിലം കിടക്കാച്ച് അയലപ്പെടുത്ത വീഡിയോയും ഫിഷ് മാർക്കറ്റിലെ ഒരു മീൻ വിൽപ്പന കാഴ്ചയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫുൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയും കാര്യങ്ങളിലോട്ട് പോകാം. കൃത്യം 5:45 ഞാനും എൻ്റെ കൂടെ 3 പേരും ഉൾപ്പെടെ നമ്മൾ ഈ ലക്ഷം വലയ്ക്ക് വേണ്ടിയിട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തുള്ള വാടി തങ്കശ്ശേരി ഹാർബറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാർബറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രേക്ക് വാട്ടർ സിസ്റ്റമുള്ള ഒരു ഹാർബറാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ കിടക്കുന്ന കല്ല് കണ്ടില്ലേ, ഏകദേശം 1-1.5 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് വരുന്ന ഒരു ബ്രേക്ക് വാട്ടർ സിസ്റ്റമാണ് നമ്മൾ ഈ കൊല്ലം ഹാർബറിനുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ദൂരം ഓടേണ്ടതായിട്ടുണ്ട് കടലിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പരമാവധി വള്ളങ്ങളും മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന വള്ളങ്ങളാണ്, ഇവിടെ ഉള്ള ചെറുവള്ളങ്ങളാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ മീൻ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ വള്ളങ്ങൾ അധികമൊന്നും ഇറങ്ങിയിട്ടില്ല. നമ്മളെ കൂടെ 1-2 എണ്ണിയെടുക്കാവുന്ന വള്ളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ കടലിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഹാർബറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ വള്ളം നല്ലതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി വള്ളങ്ങൾ പോകുന്നുണ്ട്. പണി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് മീനുകൾ ഒരുപാട് കിട്ടുന്ന സമയത്തായിരുന്നെന്നുണ്ടെങ്കിൽ ഒരുപാട് വള്ളങ്ങൾ കാണും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അത്രയും വള്ളങ്ങൾ ഈ കൊല്ലം ഹാർബറിലുണ്ട്. അങ്ങനെ നമ്മുടെ വല വിടുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വല ഇളക്കുകയാണ്. അതായത് ഇപ്പോൾ വിടുന്ന കയ്യടി, അതായത് നമ്മൾ എടുക്കേണ്ട വലയായിരുന്നു, നമ്മൾ അവസാനം വിടേണ്ട വലയാണ് ഇപ്പോൾ ഫസ്റ്റ് വിട്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നലെ അവർ പോയപ്പോഴേക്കും ഒഴുക്കിൻ്റെ ആ ഒരു സംഭവം കൊണ്ട് വല തിരിച്ച് മറ്റേ അറ്റം തൊട്ട് വലിച്ചു വെച്ചിട്ടുണ്ട് വന്നുകൊണ്ട് തന്നെ ആ റോപ്പും കാര്യങ്ങളൊക്കെയാണ്, അതായത് വള്ളത്തിൽ കിടന്ന റോപ്പും കാര്യങ്ങളൊക്കെയാണ് ആദ്യം കളഞ്ഞത്. അപ്പോൾ വല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-16 കിലോമീറ്ററോളം ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വല വിടുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കടലിൻ്റെ ഒഴുക്ക് നേരെ വടക്കോട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ 64 കോമ്പസും ഇവിടെ വള്ളത്തിൽ പോകുന്ന അങ്ങനെ 2 സെക്ഷനിൽ എടുത്ത വലയും നമ്മൾ വിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള അവിടെ ഇരുന്ന ആദ്യ വല വിട്ട്, പിന്നെ രണ്ടാമത് ഇവിടെ ഇരുന്ന ഒരു വലയും വിട്ട് തീർന്നിട്ടുണ്ട്. ഏകദേശം ഒരു 32 തൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കാർക്ക് കണ്ടില്ലേ, ഇതുപോലെ തന്നെ 32 കാർക്ക് വരുന്ന വലയാണ് നമ്മുടെ വല. ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ വരുന്ന വലയാണ് കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും നമ്മുടെ വല അവിടെ പോയി എടുക്കണം. വടക്കോട്ടാണ് വല നിൽക്കുന്നത്, അതായത് എൻഡ് നിൽക്കുന്നത്. നമ്മൾ തിരിച്ച് ഈ ഒരു ഭാഗത്തോട്ട് തെക്കോട്ട് വടക്ക് നിന്ന് തെക്കോട്ടാണ് നമ്മുടെ വല വിട്ടുകൊണ്ട് വന്നത്. ഏതായാലും ഇനി വള്ളമൊക്കെ കഴുകിയിട്ടതിന് ശേഷം നമ്മുടെ വലയുടെ അടുത്ത് പോയി കിടക്കും. രാത്രി ആവുന്ന സമയത്തായിരിക്കും വല വലിക്കുന്നത്. അപ്പോൾ ഇത്രയും മണിക്കൂർ നമ്മൾ സൂര്യാസ്തമിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ, കാണുന്നില്ലേ. അപ്പോൾ ഏതായാലും സൂര്യാസ്തമിച്ച് തീർന്ന് നമ്മളൊരു 7-8 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വല വലിക്കാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് കാണാം. അങ്ങനെ ചെറിയൊരു പണി കിട്ടി. വേറൊന്നുമല്ല, നമ്മൾ ഒഴുക്കിന് എതിരിട്ട് വിട്ടത് കൊണ്ട് തന്നെ നമ്മുടെ വലകളെല്ലാം വന്ന് ഒരുമിച്ച് കൂടിപ്പോയി കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഴുക്കിന് എതിരിട്ട് വിടുന്ന സമയത്ത് ആദ്യം താഴെ പോകുന്നത് ആദ്യം വിട്ട വലയായിരിക്കും. പിന്നീട് വിടുന്ന വലകൾ ആ ഒഴുക്കിൻ്റെ കൂടെ നേരെ വന്ന് ഒരുമിച്ച് അടിഞ്ഞുകൂടി. അപ്പോൾ അങ്ങനെ അടിഞ്ഞുകൂടുന്ന വലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകൾ ഒരുപാട് കെട്ടത്തില്ല. കാരണം ഈ വലകൾ നിവർന്ന് നിന്നാൽ മാത്രമേ മീനുകൾ കെട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ വലയും ഒരുമിച്ച് കൂടിയ എല്ലാ വലയും നമ്മൾ വലിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയത്തിന് 8 രാത്രി വലിക്കേണ്ട വലയായിരുന്നു. അപ്പോൾ അത്രയും വലകൾ, ഈ കാണുന്ന അത്രയും വലകൾ നമ്മൾ വലിച്ചിട്ട് തിരിച്ച് അതേപടിയായിട്ട് വിടുന്നുണ്ട്. അപ്പോൾ ഇനി ഏതായാലും രാത്രി നമ്മൾ ഒരു 8 മണിയാവുന്ന സമയത്താണ് നമ്മൾ വല വലിക്കേണ്ടത്. ആ ഒരു സമയത്താണ് ഈ വലയിൽ മീൻ കെട്ടത്തുള്ളൂ. ടങ്കീസ് വല പോലെയല്ല നൂല് വലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാത്രിയാണ് മീൻ കെട്ടുന്നത്. അപ്പോൾ ഏതായാലും വലിച്ച അത്രയും വലകൾ നമ്മൾ വീണ്ടും വെള്ളത്തിലോട്ട് തന്നെ വിടുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്തത് ഇരട്ടിപ്പണിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും ഈ വലകളെല്ലാം വിട്ട് തീർന്നതിന് ശേഷം നമുക്ക് കാണാം. കൃത്യം ഒരു 8 മണിയായപ്പോഴേക്കും നമ്മുടെ വല വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വല എല്ലാം ഈ തൂക്ക് കാണുന്നുണ്ടല്ലേ, എല്ലാം ഒരുമിച്ച് കിടക്കുവാണ്. അപ്പോൾ അയല വന്നതെല്ലാം ജീവനോടെയാണ് കേട്ടോ. ഇങ്ങനെ ജീവനോടെ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് എടുക്കുന്ന മീനുകളാണ്. അതായത് വലയിൽ എടുത്തു കഴിഞ്ഞിരുന്ന മീനുകൾ പെട്ടെന്ന് ചാകും. പക്ഷേ എന്നിരുന്നാൽ ഇത് ചാകാത്ത അയലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എടുക്കുന്ന മീനുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് മീനിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോന്ന് കച്ചാലേ മീനൊക്കെ പോയേ. ഇപ്പോൾ നല്ല വലിയ തക്കിടുമുണ്ട അയില കണ്ടല്ലേ, ഫ്ലാഷിൻ്റെ വെട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ ഫ്രഷ് അയില കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചേട്ടന്മാർ വല വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചടിഞ്ഞു പോകണം ആ സൈഡ്.
അപ്പോൾ വല വലിച്ച്, കാരണം ഇതെല്ലാം ഒരുമിച്ച് കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു വല വലിച്ചിട്ട് നമ്മൾ വിട്ടെന്ന് പറഞ്ഞിട്ട്. ആ വലയെല്ലാം തന്നെ വീണ്ടും പോയി ഒരുമിച്ച് കടലിൻ്റെ ഒഴുക്കിന് ഇങ്ങനെ കൊണ്ട് ഇടുന്നതാണ് കേട്ടോ. ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ വലകൾ ഇങ്ങനെ കുടുങ്ങിയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞ് ഉണ്ടക്കെട്ടായി കഴിഞ്ഞ് നിന്നാൽ തിരിക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പെട്ടെന്ന് വലിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വലിച്ച വലകളെല്ലാം തിരിച്ച് അതേപടി ആയിട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്രയധികം ഏകദേശം ഒരു 20 അയിലയോളം നമുക്കിപ്പോൾ കിട്ടി. വലിയ അയിലയാണ് കേട്ടോ. അത് 2ാം നമ്പർ വല എന്നൊക്കെ പറയും, നമ്മുടെ വലിയ വല. ആ വലയിലെല്ലാം കിട്ടുന്ന ടൈപ്പ് അയിലയാണ്. സൈസ് കണ്ട. അപ്പം ഇതാണ് നമ്മുടെ അയല. അപ്പോൾ ഈ ടൈപ്പ് അയിലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം നമ്പർ വല, വലിയ വലയിലൊക്കെ നല്ലപോലെ കിട്ടുന്ന ഒരു അയിലയാണ്. കടലിൻ്റെ ഒഴുക്ക് ദിശമാറ്റം സംഭവിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വിട്ടു നിർത്താനൊന്നും പറ്റിയില്ല. ഏകദേശം ഒരു 10-15 മിനിറ്റോളം വല നിർത്തിയതിന് ശേഷം തിരിച്ച് വീണ്ടും വലിച്ചെടുക്കുകയാണ് ചെയ്തത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് വലിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധം വലിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഏകദേശം 8:45 തുടങ്ങിയ വലവലിയാണ് അവസാനിച്ചത് 10:25 ആയപ്പോൾ കേട്ടോ. അത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സംഭവം കണ്ടോ, ഇത് നമ്മളെ കടലിലെ മട്ടിയെന്ന് പറയും. അതായത് കടലിലെ ഒരു തരം ചേറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം വന്നതിന് ശേഷം വലയ്ക്ക് നല്ല വെയിറ്റ് ആയിരിക്കും. പോരാത്തതിന് നേരെ വല താഴോട്ട് പോയി നിൽക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അതുള്ളതുകൊണ്ടാണ് ഇത്രയും അധിക ടൈം എടുത്തത്. ഇത് വെള്ളം തങ്ങി തന്നെ നിൽക്കും, വെള്ളം വലിഞ്ഞു പോകത്തില്ല പെട്ടെന്ന്. ഇതിപ്പോൾ വലിക്കുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ വലിക്കുന്ന സമയത്ത് കാണിച്ചു തരാമേ. പക്ഷേ വെള്ളം ഇറങ്ങി പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കട അത്രയും വെള്ളം തങ്ങി നിൽക്കുന്ന കണ്ടില്ലേ. നല്ല വെയിറ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ കിട്ടിയ മീനുകളെ കാണിച്ചു തരാം. ഏകദേശം ഒരു 1.5 കുട്ടയോളം വരണം. ഒത്തിരി പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സംഭവം വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. ഏതായാലും നമ്മൾ ആൾക്കാരും കുറവായിരുന്നു, ഇച്ചിരി ടൈറ്റായിരുന്നു, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കരയിലോട്ട് ഓടി എത്ര മണിക്ക് എത്തുമെന്ന് അറിയാൻ വയ്യ. ഏകദേശം ഇവിടുന്ന് 1 മണിക്കൂർ കാണുമല്ലേ ഓടാൻ. 1 മണിക്കൂറിൽ കൂടുതൽ കാണാം. അപ്പോൾ ഒരു 10:25, 11:30, 12 മണിക്കകത്ത് നമ്മൾ ഹാർബറിനകത്ത് കയറും. അപ്പോൾ ആ ഒരു ടൈമിൽ മീൻ കച്ചവടം കാര്യങ്ങളെല്ലാം കാണിക്കാം കേട്ടോ. ഏതായാലും മീൻ പിടിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല. വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും സമയം വല വലിച്ചുകൊണ്ടിരുന്ന് ഇതുകൊണ്ടില്ലേ ചവിട്ടി കളയുന്നത് ആ വെള്ളമാണ് കേട്ടോ. ഇത് നോക്കിയാൽ വെള്ളം പുറത്ത് പോകാതെ വള്ളത്തിൽ തന്നെ തങ്ങി കിടക്കുന്ന ഒരു കാഴ്ച. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചേറ് വരുന്ന സമയത്താണ്. ഇത് ചേറെന്ന് പറയണത് കടലിലെ മട്ടിയെന്ന് നമ്മൾ പറയും. ഈ ഒരു സംഭവമാണ് കണ്ടല്ലേ, കണ്ടാ. ഏകദേശം വെള്ളക്കട്ടയുടെ ആ ഒരു ഇതുപോലെ തോന്നുമെങ്കിലും പക്ഷേ ഇതൊരു തരം ചേറാണ്. പക്ഷേ ഈ കടലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള 2 ഗുണമുണ്ട് ദോഷമുണ്ട്. ഇതിലെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മട്ടി വരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ മീനുകൾ, ഈ ലച്ചം വല, ഒഴുക്ക് വല, അങ്ങനെയുള്ള പല ടൈപ്പ് പണികൾക്ക് മീനുകൾ കിട്ടി തുടങ്ങും. അത് ഒരു ഗുണമാണ്. പക്ഷേ എന്നിരുന്നാൽ ഇത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ഒന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10-50 കിലോ ഒക്കെ ഒരുമിച്ച് താഴോട്ട് ഇട്ടിട്ട് പൊക്കിയെടുക്കുന്ന ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ കാണും. അത്രയ്ക്ക് ടൈറ്റ് ഇതായിരിക്കും. കാരണം വല നമ്മളിപ്പോൾ എത്ര കണ്ണി ഇറക്കമുണ്ടോ അത്രയും താഴെ പോയി നിൽക്കുന്നത് പോരാത്തതുകൊണ്ട് ഈ ഒരു സംഭവം, ഈ ഞാൻ പറഞ്ഞ ചേറെന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അതും കൂടി നമ്മളെ വലിച്ചുകൊണ്ടങ്ങ് പോകും. ഇതൊക്കെ കൊണ്ടാണ് സംഭവം നല്ല പാട്. ഇപ്പോൾ ഇത്രയും അധികം സമയം എടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ വലകളെല്ലാം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീനുകളെയും കൊണ്ട് നമ്മൾ നേരെ ഹാർബറിലോട്ട് പോകും. ലൈറ്റ് അണയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ചൂര ഉണ്ടായിരുന്നു, ഒരു 5-6 എണ്ണം. എവിടെ ധാടാ 4 ചൂരയും കിടപ്പുണ്ട്. ഇതാണ് കിട്ടിയ മുതൽ. ഏതായാലും ഇനി ഹാർബറിൻ്റെ അകത്തെത്തിയതിന് ശേഷം കാണാം. കൃത്യം 11:30 ആയപ്പോഴേക്കും നമ്മുടെ ഹാർബർ എത്തിയിട്ടുണ്ട് കേട്ടോ. മീനുകളെല്ലാം നമ്മൾ കുട്ടയിലോട്ട് വരാൻ തുടങ്ങി. കുട്ടയിലോട്ട് വാരി വെച്ചതിന് ശേഷം നമ്മൾ ഹാർബറിൽ കൊണ്ട് വിൽക്കുന്നതാണ്. അപ്പോൾ മീൻ കച്ചവടം നടക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ലൈറ്റും കാര്യങ്ങളെല്ലാം കിടക്കുന്നത് കേട്ടോ.
കറക്റ്റ് 1 മണിക്കൂർ നമ്മൾ ഉള്ളിൽ നിന്ന് 2 ഇഞ്ചിനും ഇറക്കി ഓടിയപ്പോഴേക്കും 11:23 ആയപ്പോഴേക്കും നമ്മൾ കരയിലെത്തിയിട്ടുണ്ട്. ഒരു കുട്ടയിൽ തന്നെ എല്ലാം വാടിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മീനും കാര്യങ്ങളെല്ലാം കൊണ്ട് നേരെ മീൻ കച്ചവട സ്ഥലത്തെത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മ നല്ല ക്രൗഡുണ്ട് കേട്ടോ. അതിൽ 250. അപ്പോൾ വിളിക്കുന്നത് കിലോയാണ് കേട്ടോ. 36 കിലോ ഉണ്ട്. 220, 230, 230, 230, 230, 230, 230, 230, 230, അതിൽ 230, 230, 230, 230, 230 രൂപയാണ് കേട്ടോ. അങ്ങനെ മീനും കാര്യങ്ങളെല്ലാം വിറ്റ് കയറുന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടയാണ് നമുക്ക് ഉള്ളത്. അത് ഏകദേശം 36 കിലോ, 230 രൂപ 1 കിലോയ്ക്ക്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറവും പോയാണ് കേട്ടോ. കുറച്ചിട്ട്, അതായത് നമ്മൾ ഈ വിൽക്കുന്ന വിലയിൽ തന്നെ ഒരുപാട് കുറപ്പ് വരും. അങ്ങനെ കുറപ്പ് പോയതിനു ശേഷമാണ് നമുക്ക് 8000 രൂപയാണ് കിട്ടിയത്. അങ്ങനെ മീനും കാര്യങ്ങളെല്ലാം വിറ്റ് കഴിഞ്ഞ് നേരെ റോട്ടിൽ കൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം മീൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർബറിൻ്റെ, പ്രത്യേകിച്ച് ഹാർബർ ബേസ് ചെയ്തുള്ള ഭാഗങ്ങളിൽ സീ ഫുഡാണ് മെയിൻ. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് ഫുഡുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ കറിക്ക മീനും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കറിക്ക മീൻ നമ്മൾ വളർത്തുന്നതിന്, അതുപോലെ തന്നെ വള്ളത്തിൽ പോയതിൻ്റെ ഷെയർ ഏകദേശം ഒരു 800 രൂപയാണ് നമുക്ക് കിട്ടിയത്. അതായത് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഏതായാലും അപ്പോൾ മീനും കാര്യങ്ങളെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് നേരെ ഷെയറും വീതിച്ച് നമ്മൾ കറിക്ക് മീനും വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകണം. അതിന് മുന്നേ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മറ്റ് ഹാർബറുകളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഫുഡ് വള്ളത്തിൽ കൊണ്ടുപോയിട്ട് വള്ളത്തിൽ വെച്ച് തന്നെ കഴിക്കുമായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ ഇവിടെ നമ്മൾ കൊല്ലം ഹാർബറിൽ നിന്ന് പോകുന്ന സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഒരു കടയുണ്ടല്ലോ, ഇവിടെ സീ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായിട്ട് കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനെടുത്ത് അവർ ഫ്രൈ ചെയ്തൊക്കെ തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി ഏതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയി കയറി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് തന്നെ ഒരു ഒട്ടനവധി ആൾക്കാർ ഇവിടെ എപ്പോഴും ക്രൗഡ് കാണും കേട്ടോ. ക്രൗഡ് കാണുന്നതിൻ്റെ പ്രധാന കാരണം സീ ഫുഡാണ്. സീ ഫുഡ് നമ്മൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുട്ടും അതുപോലെ തന്നെ മീൻ ഫ്രൈ ഒക്കെ കിട്ടും. അതായത് കിട്ടുന്ന ആ സമയത്ത് ഹാർബറിൽ വിൽക്കുന്ന ഏത് മീനാണോ അതായിരിക്കും ഇവിടുത്തെ മെയിൻ ഫുഡ് കേട്ടോ. കൊല്ലം ജില്ലയിൽ വന്നിട്ട് സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഹാർബറിൻ്റെ ബേസ് ചെയ്ത് ഈ സ്ഥലത്ത് വന്നു ധൈര്യമായിട്ട്. ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതെന്നല്ല, ഏതായാലും ഞാൻ ഇവിടെ നിന്ന് കഴിച്ച് നോക്കിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞതാണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് കൊഴിയാളയാണ് കേട്ടോ. ഇന്നലെ അയിലയായിരുന്നു വാങ്ങിച്ചിരുന്നത്. ഏതായാലും ഇന്ന് നമ്മൾ നല്ല കൊഴിയാള ഫ്രൈ ആണ്. എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്നലെ അയിലയ്ക്ക് 60 ആണെന്ന് തോന്നുന്നു. മത്തിക്കും 60 മത്തി ഫ്രൈ ഇവിടുത്തെ അന്യായമാണ്. പെറോട്ടയും സാമ്പാറും ഡെഡ് കോമ്പിനേഷനാണ്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് നല്ലപോലെ കറി ഉണ്ടായിരിക്കണം. നല്ല ചൂട് പൊറോട്ട. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ നല്ല പൊറോട്ടയും നല്ല മീൻ ഫ്രൈയും കഴിച്ചിട്ട് വരാം.